ബി.ജെ.പിയുടെ ഉള്ളിലുള്ളൊരു ഭീതിയുണ്ട്. ആ ഭീതിയാണ് കങ്കണയുടെ വാക്കുകൾ കൂടി കൃത്യമായി പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ അദാനിക്കെതിരെ ആരോപണം വന്ന സമയത്ത് ഇവർ ഇതേ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തിനെതിരായിട്ടുള്ളൊരു നീക്കം എന്ന മട്ടിൽ ദേശസ്നേഹം ആളി കത്തിക്കുന്ന ആ ഒരു പഴയ രീതി തന്നെ. ഇതൊരു രാഷ്ട്രീയ ചർച്ച മാത്രമായി ഒതുങ്ങി പോകണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി ബി.ജെ.പിക്ക് ഉണ്ട്. ബി.ജെ.പിക്ക് അത് തന്നെയാണ് ലക്ഷ്യം. ഹിൻഡൻബർഗ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ കാട് കയറിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ ഏറ്റവും മോശമായ രൂപത്തിലാണ് കങ്കണ റാണൌട്ട് ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത്. ഈ വിഷയം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ശ്രീധേട്ട? ഈ ഹിൻഡൻബർഗ് വിഷയത്തിൽ ഗുരുതരമായ ഒരു ആരോപണം സെബി ചെയർപേഴ്സണെതിരെയും അവരുടെ ഭർത്താവിനെതിരെയും ഉയരുന്നു. അതിനു മുൻപ് അദാനിക്കെതിരെ അവരൊരു വലിയ ആരോപണം ഉന്നയിച്ചതാണ്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ അതിനെ രാഷ്ട്രീയമായി കാണാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ നമ്മൾ കണ്ടതാണ്. ആദ്യം രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു അതിലൊരു പ്രതികരണം വന്നത്. അത് കഴിഞ്ഞിട്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ മുതിർന്നൊരു നേതാവുമായ രവിശങ്കർ പ്രസാദ് അത് ഏറ്റെടുക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ സോറോസിൻ്റെ ഏജൻ്റാണെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുക. അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്നാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു വിദ്വേഷ പരിപാടിയാണ്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് എന്ന ഒരു വാദമാണ് ഇപ്പോൾ ബി.ജെ.പി. ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ പ്രധാന പ്രശ്നം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിനെതിരെയാണ് ഇത്തരം റിപ്പോർട്ട് പുറത്തു വന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടം വരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതികരണവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത് കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആരോപണമാണെന്ന നിലക്ക് കോൺഗ്രസ് നേതാക്കളെ പ്രത്യക്ഷമായി രാഹുൽ ഗാന്ധി എതിർക്കുന്നു. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ, ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഔദ്യോഗികമായിട്ട് ആദ്യം കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം വരുന്നത് ജയറാം രമേശിൻ്റെ ഭാഗത്തു നിന്നാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. അതിലാണ് ആദ്യമായിട്ട് ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. കാരണം നമുക്കറിയാം, സെബി പോലെ, അതായത് രാജ്യത്തിൻ്റെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ആ റെഗുലേറ്ററിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വനിതയ്ക്കെതിരെയാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, അവരുടെ ഭർത്താവിനെതിരെയും. അദാനിയുടെ, അതായത് ആരോപണ വിധേയമായ അദാനിയുടെ കടലാസ് കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണം. ആ ആരോപണം ഉയരുമ്പോൾ അതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഒരു പ്രതിപക്ഷ കക്ഷി അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ രാഷ്ട്രീയ ദൗത്യം കൂടിയാണല്ലോ. അവരുടെ രാഷ്ട്രീയ ദൗത്യമാണ്. അത് അവരങ്ങനെ ചെയ്തേ കഴിയൂ. അത് അവർ ആദ്യം തന്നെ ഉന്നയിച്ചു. പിന്നീട് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയം ഉന്നയിക്കുന്നു. അതിലും ഈ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരുന്നത്. രാജ്യത്തെ ഓഹരി വിപണി ഒരു അപകടത്തെ നേരിടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അതിനെ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗുരുതരമായ വിഷയമാണെന്ന് സർക്കാർ ഇതിനെ അംഗീകരിക്കാനേ പോകുന്നില്ല. അങ്ങനെ ഒരു വാദത്തെ അംഗീകരിക്കാനേ പോകുന്നില്ല. പകരം കോൺഗ്രസിനെതിരെ എങ്ങനെ ഇത് തിരിച്ചുവിടാം എന്നുള്ളൊരു ഗവേഷണമാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം രാജീവ് ചന്ദ്രശേഖർ, അത് കഴിഞ്ഞ് രവിശങ്കർ പ്രസാദ്, ഏറ്റവും ഒടുവിൽ കങ്കണ റണൌട്ട് വരെ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിരിക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടു ദ പോയിന്റിൽ സംസാരിക്കുമ്പോൾ ശ്രീധേട്ടൻ സംസാരിച്ചൊരു കാര്യമായിരുന്നു, മോദി, അമിത്ഷാ പോലെയുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒന്നും മിണ്ടാതെ മൗനം പാലിക്കുകയും അതേ സമയത്ത് രണ്ടാം കിട നേതാക്കൾ അല്ലെങ്കിൽ രണ്ടാം നിരയുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള അവരുടെ രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ കങ്കണ റണൌട്ട് ഉപയോഗിച്ച വാക്കുകളാണ്. പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തത് കൊണ്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്. അവരുപയോഗിച്ച വാക്കുകൾ ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ, ആ വാക്കിൽ തന്നെയുണ്ട്. രാജ്യത്തെ ഏറ്റവും കൊടും വിഷമുള്ള ആളെന്ന് രാഹുൽ ഗാന്ധി ഒരു പരാമർശിക്കുന്നുണ്ട്. ഈ കങ്കണ റണൌട്ടിനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാതെ രാഹുൽ ഗാന്ധി ഇപ്പോഴും അവരുടെ കണ്ണിലെ കരടാണെന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പിയുടെ ഉള്ളിലുള്ളൊരു ഭീതിയുണ്ട്. ആ ഭീതിയാണ് കങ്കണയുടെ വാക്കുകൾ കൂടി കൃത്യമായി പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അപകടകാരിയാണെന്ന് പറയുമ്പോൾ അതിനെ പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തിന് അപകടകാരിയാണെന്നുള്ളതാണ്. പക്ഷേ അതിന് മറ്റൊരു കോൺട്രഡിക്ഷൻ കൂടിയുണ്ട്. അത് രാഹുൽ ഗാന്ധി അപകടകാരിയാണെന്ന് ബി.ജെ.പിക്ക് അറിയാം. ബി.ജെ.പിയുടെ MP-മാർക്കും നേതാക്കന്മാർക്കും എല്ലാം അറിയാം ബി.ജെ.പിക്ക് അപകടമുണ്ടാക്കാൻ പോകുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും എന്തു പ്രതികരിച്ചാലും അതിൽ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അധിക്ഷേപ പ്രചരണങ്ങൾ, അധിക്ഷേപമാണ്
അവഹേളനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ മുൻനിര നേതാക്കളുടെ ആവശ്യമില്ല, രണ്ടാം നിര നേതാക്കൾ മതി. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കങ്കണ റണൌട്ടിൻ്റെ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ട്വീറ്റിലെ ആ വാക്കുകൾ ഏറ്റവും മോശം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അല്ലെ, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും രാഹുൽ ഗാന്ധി സംസാരിച്ചു വെച്ചത് എന്താണ്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ലീഡറാണ്. അദ്ദേഹം പറഞ്ഞത് ഓഹരി വിപണി സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നും ഇതിന്റെ സെബി ചെയർപേഴ്സൺ രാജിവെക്കേണ്ട ഗൗരവം ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത് സംയുക്ത പാർലമെന്ററി സമിതിക്കാരെ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ അദാനിക്കെതിരെ ആരോപണം വന്ന സമയത്ത് ഇവർ ഇതേ കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് പ്രതിപക്ഷ പാർട്ടി ഒന്നാകെ പറഞ്ഞിട്ടുണ്ട് സംയുക്ത പാർലമെന്ററി സമിതിക്കാരെ അന്വേഷിക്കണമെന്ന്. പക്ഷേ അതിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസാരമാണല്ലോ അദ്ദേഹം നടത്തുന്നത്. ഈ പഴയതുപോലല്ല, ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നതിനെ BJP ഭയക്കുന്നുണ്ട്. എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് ഇതുവരെ രാജിവെച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയുന്നത് ഒഴിവാക്കുകയാണ്. ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ മറ്റ് നേതാക്കൾ നടത്തിക്കൊണ്ട് ഈ ഒരു സാധനത്തിനെ ഒഴിവുകൾ പറഞ്ഞ് ഇല്ലാതാക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയെ ഡിമണൈസ് ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി മാത്രമാണിപ്പോൾ ഈ ഭരണപക്ഷത്തിന് മുന്നിലുള്ളത്. അതിൽ പ്രമുഖ നേതാക്കൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെടുന്നില്ല എന്ന് മാത്രം. രണ്ടാം നിര നേതാക്കൾ നിരന്നു നിന്ന് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിലിപ്പോൾ സെബി നൽകുന്ന വിശദീകരണം, ആദ്യഘട്ടത്തിൽ അദാനിക്കെതിരെ പരാതി വന്നപ്പോൾ 24-ൽ 23 എണ്ണവും നമ്മൾ അന്വേഷിച്ച് മൊഴിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, അതിന് നടപടി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആരോപണം വന്ന സമയത്ത് അവർ പറയുന്നു ഇത് തീർത്തും വ്യക്തിപരമായ ഒരു ആരോപണം മാത്രമാണെന്നും ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ മിണ്ടാൻ തയ്യാറാവുന്നില്ല. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഹിൻഡൻബർഗാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്, കോൺഗ്രസ് അല്ല. പക്ഷേ BJP ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ചർച്ച മാത്രമായി ഒതുങ്ങി പോകണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി BJPക്ക് ഉണ്ട്. BJPക്ക് അത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സെബി ചെയർപേഴ്സൺ അക്കാര്യത്തിൽ പ്രതികരിച്ചല്ലോ, അതിന് പ്രതികരിച്ചല്ലോ, അതൊക്കെ പോരെ എന്നുള്ള മട്ടിലാണ്, ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉടനെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് BJPയുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ രാഷ്ട്രീയമായി മാത്രമാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ളൊരു നീക്കം എന്ന മട്ടിൽ, ദേശസ്നേഹം ആളി കത്തിക്കുന്ന ആ ഒരു പഴയ രീതി തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ളൊരു നീക്കമായി ഇതിനെ കാണുകയും ഒരു രാഹുൽ ഗാന്ധി ഈ സോറോസിനെ പോലുള്ള ഒരാളുടെ ഏജൻ്റായി പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായി ചിത്രീകരിക്കുകയാണ് BJPയുടെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ അതിൻ്റെ മെറിറ്റിൽ അതിനെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണാനോ BJP ശ്രമിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല.